ഡാൻ, ഇത് ഒരു തരത്തിലും എന്താണ് കാരണം എന്ന് ചിന്തിക്കുവാൻ പോലും പറ്റാത്ത ഒരു രീതിയിലാണല്ലോ. പോലീസ് പോലും ഇക്കാര്യത്തിൽ കുഴങ്ങുകയാണ്. എന്താണ് യഥാർത്ഥത്തിൽ ഈ അഫാനെ കൊണ്ട് ഇങ്ങനെ ഒരു പൈശാചികമായ ഒരു പിശാചിന്റെ മനസ്സുള്ള ആൾക്ക് മാത്രമേ ഇങ്ങനെ ചെയ്യാൻ കഴിയുകയുള്ളൂ? ഇതിനുള്ള പ്രേരണ എന്തെന്നുള്ളത് എന്താണിപ്പോൾ ഒടുവിൽ പോലീസ് കരുതുന്ന ഏത് വഴിക്കാണ് പോലീസ് സഞ്ചരിക്കുന്നത് ഇപ്പോൾ? മഞ്ജുഷ, അക്ഷരാർത്ഥത്തിൽ ഇപ്പോഴും വ്യക്തമായ ഒരു ഉത്തരം എന്താണ് ഈ കൂട്ടക്കൊലപാതകങ്ങളിലേക്ക് നയിച്ചതിന് പിന്നിലെ യഥാർത്ഥ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. അവർ അതിന് പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഒന്ന്, ഈ വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് ഈ സമയം കഴിഞ്ഞപ്പോഴാണ് ഈ പ്രതി വളരെ ലാഘവത്തോടെ കയറി ചെന്നിട്ട് താൻ 6 പേരെ തീർത്തിട്ടുണ്ട്, അതിൽ 3 പേരുടെ മരണം ഞാൻ ഉറപ്പാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് 3 സ്ഥലങ്ങൾ പറയുന്നത് ഈ കൊലപാതകം നടത്തിയ അതടക്കം ഈ സ്ഥലങ്ങളെക്കുറിച്ചടക്കം നൽകിയ സൂചനകളൊക്കെ വ്യക്തമായിരുന്നു. പക്ഷേ അതിനുശേഷം ഇതിലേക്ക് നയിച്ച കാരണം സംബന്ധിച്ച് ഈ അഫാൻ നൽകിയിരിക്കുന്ന മൊഴിയാണ് പോലീസിനെ കുഴയ്ക്കുന്നത്. കാരണം ഈ സാമ്പത്തിക ബാധ്യത ഉണ്ട്, അത് 1/2 കോടി രൂപയ്ക്ക് മുകളിലാണ് എന്ന് അഫാൻ പറയുമ്പോഴും ആ ബാധ്യത അഫാൻ വരുത്തിയതല്ല, അത് പിതാവിൻ്റെ പേരിലുള്ളതാണ്. അത് തീർക്കുന്നതിനുള്ള നടപടികൾ പിതാവ് തന്നെ സ്വീകരിച്ചിരുന്നു, തൻ്റെ സ്വത്തുക്കൾ വിറ്റ് എന്ന് അദ്ദേഹം തന്നെ പരസ്യമായി പ്രതികരിച്ചുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട് വിദേശത്ത്. പക്ഷേ ഈ സാമ്പത്തിക ബാധ്യതയിൽപ്പെട്ട ഒരു കുടുംബത്തിലെ ഒരാൾ എന്ന രീതിയിലല്ലായിരുന്നുവല്ലോ അഫാന്റെ ജീവിതം ഒന്നും, ഇല്ലേ? ഈ അടുത്ത് തന്നെ ബുള്ളറ്റ് വാങ്ങിച്ചിട്ടുണ്ട്, മൊബൈൽ ഫോൺ പുതിയതായിട്ട് വാങ്ങിയത് ഉപയോഗിക്കുന്നു, അങ്ങനെ ഒരു ആർഭാട ജീവിതത്തിലേക്ക് പോകുന്നു. പക്ഷേ ഈ ആർഭാട ജീവിതത്തിന് പണം തികയാതെ വരുന്നു, അതുകൊണ്ട് വീട്ടിൽ സ്ഥിരമായിട്ട് വഴക്കുണ്ടാക്കുന്നു. പക്ഷേ അയൽക്കാരൊക്കെ പറയുന്നത് അങ്ങനെയൊന്നും ഇവിടെ ഒരു വഴക്കുണ്ടാകുന്നതായോ അല്ലെങ്കിൽ ഈ അഫാൻ ഇതിനു മുൻപ് എന്തെങ്കിലും ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളാണെന്ന് ഒന്നും അയൽക്കാർ പോലും പറയുന്നുമില്ല. ഇതും പോലീസിനെ ഏത് രീതിയിലേക്ക് അന്വേഷണം കൊണ്ടുപോകുന്നു എന്നതിൽ ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഘടകമല്ലേ? അതായത് ഇത്തരം കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഇത്തരം അസ്വാഭാവികമായ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരുപാട് അഭ്യൂഹങ്ങളും പ്രചാരണങ്ങളും ഒക്കെ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഞാൻ ഇന്ന് വ്യത്യസ്ത തലങ്ങളിൽപ്പെട്ട 3 അയൽവാസികളുമായി, അതായത് വളരെ ആധികാരികമായി നമുക്ക് പറയാൻ വിവരങ്ങൾ തേടാൻ കഴിയുന്ന 3 അയൽവാസികളുമായി കാര്യങ്ങളൊക്കെ സംസാരിച്ചിരുന്നു. അതിലൊരാൾ ഇന്ന് അതിഥിയായി നമ്മളോടൊപ്പം ചേരുന്നുമുണ്ട്. അവർ പറഞ്ഞത് വെച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ സഹോദരങ്ങൾ തമ്മിൽ പുറത്തിറങ്ങുമ്പോൾ അവർ കെട്ടിപ്പിടിച്ചുകൊണ്ടായിരുന്നു കടയിലേക്ക് സാധനം വാങ്ങാൻ വരെ വന്നിരുന്നത്. അങ്ങനെ ഒരു ബന്ധം അവർക്കിടയിൽ ഉണ്ടായിരുന്നതാണ്. ഈ അനുജൻ വളരെയധികം ജ്യേഷ്ഠനെ അഫാനെ സ്നേഹിച്ചിരുന്നു. അങ്ങനെ ഒരു അനുജനെയാണ് ഏറ്റവും നിഷ്ഠൂരമായ രീതിയിൽ ഇയാൾ കൊലപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വബോധത്തിൽ നിന്നുകൊണ്ട് അങ്ങനെ ഒരു കൊലപാതകം ചെയ്യാൻ ഇയാൾക്ക് കഴിയില്ല എന്ന് അവർ എല്ലാവരും ഉറപ്പിച്ച് പറയുമ്പോൾ പിന്നെ അങ്ങനെ ഒരു പൈശാചിക കൃത്യത്തിലേക്ക് ഇയാളെ നയിച്ചതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം എന്ത് എന്നതാണ് അന്വേഷണ സംഘത്തെ കുഴയ്ക്കുന്നത്. അവിടെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്ന ഈ 14 വയസ്സുള്ള സഹോദരൻ, അതോടൊപ്പം സ്കൂൾ കാലം മുതൽ പ്രണയത്തിലായിരുന്ന ഫർസാന എന്ന 22 വയസ്സുകാരിയായ കൊച്ചുമിടുക്കി, അവളെ എത്ര നിഷ്ഠൂരമായി, അതായത് മുഖം വികൃതമായി ആളെ തിരിച്ചറിയാൻ പോലും കഴിയാത്ത തരത്തിൽ ക്രൂരമായി ഈ ഫർസാനയെ കൊലപ്പെടുത്തിയതിന്റെ ചേതോ വികാരം എന്ത്? ഫർസാനെ മാത്രമല്ല അനിയനെയും അങ്ങനെ തന്നെയാണ്. അതൊരു കാര്യം കൂടി, ഇപ്പോൾ ഈ സാമ്പത്തിക പ്രയാസമാണ്, അതുകൊണ്ട് വീട്ടിലുള്ളവരെ എല്ലാവരെയും കൊലപ്പെടുത്തിയതിനു ശേഷം ആത്മഹത്യ ചെയ്യുക, അതുപോലും അല്ലല്ലോ. കാരണം അങ്ങനെയാണെങ്കിൽ ഇത്ര അതിക്രൂരമായിട്ട് പൈശാചികമായിട്ട് കൊലപ്പെടുത്തേണ്ട ആവശ്യവുമില്ല. നമ്മൾ കാണാതെ പോകുന്ന മറ്റൊരു കാരണം കൂടെ ഉണ്ട്. അതായത് 3 പേരെ കൊലപ്പെടുത്തിയിട്ടുണ്ട് പേരമലയിലെ വീട്ടിൽ വെച്ച് എന്നാണ് ഇയാൾ കരുതുന്നത്. അതായത് ഉമ്മയും മരിച്ചു എന്നാണ് കരുതുന്നത്. അതിനുശേഷം അവിടുത്തെ അടുക്കളയിലെ ഗ്യാസ് തുറന്നു വിട്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം അവിടെ ഒരു ഉന്മൂലനാശം, അതായത് ഒന്നും ഓർമ്മ പോലും ഉണ്ടാകരുത്. ഇങ്ങനെ ഒരു പ്ലാനിങ്ങിൽ പ്രീ പ്ലാൻഡ് ആയിട്ട് തന്നെയാണ് ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത്. അവിടെ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കൂടിയുണ്ട്. അതൊരു പക്ഷേ ഇനി വലിയ അന്വേഷണത്തിലേക്ക് കടക്കുന്നവർ, അതായത് ഈ ഫർസാനയുമായുള്ള പ്രണയബന്ധത്തെ ഈ ലത്തീഫ്, അതായത് ഈ അഫാന്റെ പിതാവിന്റെ ജ്യേഷ്ഠൻ, അദ്ദേഹം അംഗീകരിച്ചിരുന്നില്ല എന്നും അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ചില വിയോജിപ്പുകൾ ഉണ്ടായിരുന്നെന്നും അതിൽ കടുത്ത വിരോധം ഈ ലത്തീഫിനോടും അദ്ദേഹത്തിന്റെ ഭാര്യ ഷാഹിദയോടും ഇയാൾക്കുണ്ടായിരുന്നുവെന്നുമുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. അതായത് ഒരു വൈരാഗ്യം ഉണ്ടാകണമെങ്കിൽ ഈ ഒരു 2 പേരോട് മാത്രമേ ഉള്ളൂ, ലത്തീഫിനോടും ലത്തീഫിന്റെ ഭാര്യയോടും മാത്രമേ ഉള്ളൂ. പക്ഷെ ബാക്കിയുള്ളവരോടൊക്കെ വളരെ സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരുന്നതാണ്. ഈ അമ്മുമ്മയോട് പോലും ഇല്ല, അമ്മുമ്മയോട് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. 2 ആഴ്ച മുമ്പ് അവിടെ എത്തി ഈ 4 പവന്റെ ഒരു സ്വർണ്ണമാല കഴുത്തിൽ കിടന്ന് തരണമെന്ന് പറയുന്നു. പക്ഷെ അവർ അത് കൊടുക്കാൻ വിസമ്മതിക്കുന്നു. ഇന്നലെ ആ വീട്ടിലെത്തുമ്പോൾ ആ കഴുത്തിൽ ആ മാല ഉണ്ടായിരുന്നില്ല. അതായത് താൻ ചോദിച്ചപ്പോൾ നൽകാതിരുന്ന മാല ഈ അമ്മൂമ്മ മറ്റാർക്കോ നൽകി, മകൾക്കോ അല്ലെങ്കിൽ ലത്തീഫിനോ നൽകി എന്ന് കരുതിയാണ്
ഈ ക്രൂരമായി ലത്തീഫിനെ കൂടി വകവരുത്തുക എന്നൊരു തീരുമാനത്തിലേക്ക് ഇയാൾ എത്തിയതെന്നാണ് പറയുന്നത്. പിന്നെ ഇപ്പോഴും വ്യക്തത വരാത്ത ഒരു ചോദ്യം, എന്തുകൊണ്ടാണ്, അതായത് ഈ അതിനുശേഷമാണ് പണയം വെച്ച ശേഷമാണ് ചുറ്റിക വാങ്ങിയത് എന്നൊക്കെ പറയുമ്പോൾ അത് പോലീസ് പൂർണ്ണമായി അങ്ങ് വിശ്വാസത്തിലെടുക്കുന്നില്ല. ഇതിന്റെ കാരണം എന്ത് എന്നതിനെ സംബന്ധിച്ച അവ്യക്തതകൾ ഇപ്പോഴും തുടരുകയാണ്. ഇനിയിപ്പോൾ ഇതിനകത്ത് പോലീസിന് ഒരു ക്ലൂ കിട്ടുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഗുരുതരാവസ്ഥയിലുള്ള, പക്ഷേ ഇപ്പോൾ സംസാരിക്കാൻ തയ്യാറായിട്ടുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അഫാന്റെ അമ്മയുടെ മൊഴി, പക്ഷെ അവർക്ക് ഇത് ഇത്ര വലിയ കേരളത്തെ അറിയില്ല. അവിടെയാണ് ഈ കേസിൽ ഏറ്റവും വലിയ ട്വിസ്റ്റ്. അതായത് അവരുടെ മകൻ പൊന്നുപോലെ സ്നേഹിച്ചിരുന്ന 23 വയസ്സുള്ള അവരുടെ മൂത്ത മകൻ കേരളത്തെ ഞെട്ടിച്ച ഒരു അതിക്രൂരമായ കൊലപാതക പരമ്പരയുടെ പ്രതിസ്ഥാനത്ത് നിൽക്കുകയാണെന്ന് അറിയാതെയാണ് താൻ കട്ടിലിൽ നിന്ന് വീണുണ്ടായ പരിക്കാണ് എന്ന് അമ്മ പറഞ്ഞു. അതായത് ഈ മകനെ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ്. പക്ഷേ ആ അമ്മയ്ക്കുണ്ടായ വേദന, അവരനുഭവിച്ച വേദന എത്രയാണെന്ന് ഇന്ന് രാവിലെ അവരെ ആശുപത്രിയിലേക്ക് എത്തിച്ച ആംബുലൻസ് ഡ്രൈവർ നമ്മളോട് പറയുന്നത് കേട്ടാൽ അത് കേട്ടിരിക്കാൻ പോലും